മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കൊന്ന് ജനറൽ ഗൈഡൻസ് എടുക്കാം. നിങ്ങളുടെ ലൈഫിൻ്റെ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എന്താണ്, ആൻഡ് നിങ്ങളുടെ ഇന്ന് എന്ത് നടക്കാനാണ് സാധ്യത, ആൻഡ് അതിനുള്ള ഗൈഡൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ എനർജി ആൻഡ് സിറ്റുവേഷൻ ഇന്നത്തെ ദിവസം. വീൽ ഓഫ് ഫോർച്യൂൺ, സ്ട്രെങ്ത്, 8 of Wands. Okay, good. Ace of Swords. Okay, great. ആക്ച്വലി ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ഒരു ഗ്രോത്ത് വരാൻ പോകുന്ന പോലെയാണ്. മെയിനായിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ, യെസ്, നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ഭാഗത്ത്, ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു എന്നാണ്. ആൻഡ് ഇവിടെ ഐ തിങ്ക് നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തു, നിങ്ങളുടെ സമയം മാറി വരാൻ. ആൻഡ് ആ സമയത്തിൻ്റെ ചേഞ്ച് ഇപ്പോൾ വരുന്നുണ്ട്. ഡിവൈൻ ടൈമിംഗ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ കാത്തിരുന്ന് ഒരു കാര്യം നടക്കാൻ പോകുന്നു. ഓക്കെ, മേ ബി കുറച്ച് മെസ്സേജസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഇൻഫർമേഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യുക എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഇത് നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്, അതായത് ടുവേർഡ്സ് യു എന്ന് പറയാം. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ കുറച്ച് മെസ്സേജസ് വരുന്നു, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടുന്നു. ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ കിട്ടുന്ന ന്യൂസ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അത് നിങ്ങളുടെ ഭാഗത്ത് ശരിക്കും ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്ന പോലെയാണ്. നിങ്ങൾ ഒരുപാട് ക്ഷമയോടെ കാത്തിരുന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു സമയം എപ്പോൾ വരും എന്ന് നിങ്ങൾ കാത്തിരുന്നതായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതുവരെ. ഓക്കെ, നിങ്ങളുടെ ഗിവ് അപ്പ് ചെയ്യാതെ നിങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ആ ഒരു ക്ഷമയ്ക്കെല്ലാം ഓക്കെ ബലമായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നു എന്ന രീതിക്കാണ്. പ്ലസ് വീൽ ഓഫ് ഫോർച്യൂൺ, യെസ്, നമ്മുടെ സമയത്തിൻ്റെ ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കാനും റെഡിയാവും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ബോൾഡായിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ന്യൂ ബിഗിനിങ്സിൻ്റെ ഒരു കാര്യം കാണുന്നുണ്ട് ഇവിടെ. ഇവിടെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന പോലെ, ട്രൂത്ത്, ക്ലാരിറ്റി കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. യെസ്, ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും എന്ന രീതിക്കാണ്. അത് നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത്. ഓക്കെ, അല്ലാതെ മോശം കാര്യങ്ങളല്ല, നല്ല കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾക്ക് കുറേ സിറ്റുവേഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് അതിനുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അത് ആ ഇൻഫർമേഷൻ വരുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ മേ ബി ഒരു യാത്ര കാണുന്നുണ്ട്. എനിക്ക് കുറച്ച് പേർക്ക് ട്രാവലിംഗ് അല്ലെങ്കിൽ ഒരു മാറിപ്പോയിൽ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ജോലി ചേഞ്ച് ആയിരിക്കാം. മേ ബി ഈ ഒരു ചേഞ്ച് വരുന്നത് ലക്കിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞു ഞാൻ. സോ മേ ബി നിങ്ങൾക്കൊരു മാറ്റം, ചേഞ്ച്, അതിപ്പോൾ ജസ്റ്റ് ശരിക്കും ഒരു ട്രാവലിംഗ് മാറ്റം എന്ന രീതിക്കാവാം. ഇതും ഒരു യാത്രയുടെ കാര്യമാണ്. സോ മേ ബി ഒരു നിങ്ങളൊരു സ്ഥലം മാറ്റം, ജോലി മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിലത് നിങ്ങൾ മാറ്റിയെടുക്കുക, നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ, നിങ്ങളുടെ ശീലങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേടിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ആൻഡ് ഇവിടെ എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഗ്രോത്ത് എന്ന രീതിക്കാണ് എനിക്ക് കിട്ടുന്നത്. ഒരു ഓഫർ വരുന്ന പോലെയുണ്ട്. വീണ്ടും ഇവിടെ മൂവിങ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കൊരു പുതിയ ഓഫർ അല്ലെങ്കിൽ പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരും. ആൻഡ് ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന തരത്തിലായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ്, അങ്ങനെയാവാം, ഒരു മെസ്സേജ്, എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ന്യൂസ്, ആ ന്യൂസ് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു വിവരം നിങ്ങൾക്ക് കിട്ടും, ഒരു കാര്യത്തിൻ്റെ വ്യക്തത നിങ്ങൾക്ക് വരും. അത് വരുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ക്ഷമയോടെ വെയിറ്റ് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഭാഗത്തേക്ക് അതൊരു ലക്കായിട്ട് നിങ്ങൾക്കത് വരും. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വരും. ആൻഡ് അത് നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കും. ഓക്കെ, സോ ഇവിടെ വളരെ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് എനിക്ക് വരുന്നത്. അതിന് ചില കാര്യങ്ങൾ ഒരു മാറ്റം എനിക്ക് കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് എനിക്ക് ലിറ്ററലി ഒരു സ്ഥലം ചേഞ്ച് എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തോ പക്ഷെ നല്ലതിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ ഇൻഫർമേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന രീതിക്ക് നിങ്ങൾ ക്ഷമയോടെ ഇരുന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾ കാത്തിരുന്നൊരു കാര്യം വരുന്നു. ഓക്കെ, ഡിവൈൻ സപ്പോർട്ട്, യെസ്, കണ്ടോ, വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ താഴെ തന്നെയാണ് വന്നത്. ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. പ്രോസ്പെരിറ്റി, അവിടെ ഞാൻ നേരത്തെ എംപററിൻ്റെ പറഞ്ഞു, നിങ്ങൾക്ക് യെസ് പ്രോസ്പെരിറ്റി, നിങ്ങൾക്ക് സക്സസ്, നിങ്ങൾ പ്രൊമോഷൻ കാര്യങ്ങൾ, അങ്ങനെ എന്ത് തന്നെയായാലും അത് വരാൻ പോകുന്നു നിങ്ങൾക്ക് എന്നാണ് പറയാം. ഡിസിഷൻ, ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറഞ്ഞു ആക്ച്വലി ഇത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യം കൂടിയാണ്. കോൺഫിഡൻ്റ് ആയിട്ട് തീരുമാനം എടുക്കുക എന്ന രീതി കൂടിയാണ് ഏസ് ഓഫ് സോർഡ്സ് നമ്മൾ പറയുക. സോ ഓക്കെ, സോ ഇവിടെ ഒരു ഡിസിഷൻ, സ്റ്റെഡ് ഫാസ്റ്റ്, വാവ്, എല്ലാ കാർഡും മാച്ചാണ് വന്നിരിക്കുന്നത്. കോൺസെൻട്രേഷൻ, വെരി ഗുഡ്. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഡിവൈൻ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, കാലം, വിധി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ എന്താ പറയുക, ഫെയ്റ്റ് നിങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ. ആൻഡ് ഇവിടെ പ്രോസ്പെരിറ്റി വരും, നിങ്ങൾക്ക് വരാനുള്ള നല്ല കാലം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ പക്ഷെ അതിന് യെസ് തീരുമാനങ്ങൾ എടുക്കണം. ചില ഉറച്ച തീരുമാനങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാനുണ്ട്. കോൺഫിഡൻ്റ് ആയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾ ചിലപ്പോൾ ബോൾഡായിട്ട് നമ്മൾ പറയില്ലേ, എന്ത് എതിർപ്പുണ്ടെങ്കിലും എന്ത് വന്നാലും ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഇൻഫർമേഷൻ കിട്ടുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനുള്ള ധൈര്യം വരും, കോൺഫിഡൻസ് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആവും.
സ്റ്റെഡ് ഫാസ്റ്റ്നെസ് പറയുമ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, വിട്ടുകളയാതെ നിർത്താതെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ്. സോ അതൊക്കെ സ്ട്രെങ്ത്തിൻ്റെ ഒരു കാർഡാണ്. സ്ട്രെങ്ത് കാർഡൊക്കെ അങ്ങനെയാണ് പറയുക. നമ്മൾ എപ്പോഴും ലൈക്ക് എത്ര തോൽവികൾ വന്നാലും എത്ര പ്രശ്നങ്ങൾ വന്നാലും വീണ്ടും 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 നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന രീതിയിൽ ആൻഡ് കോൺസെൻട്രേഷൻ കാണുന്നുണ്ട്. കുറച്ച് പേരോട് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഒരു ശ്രദ്ധ വയ്ക്കുക, കോൺസെൻട്രേഷനോടെ കാര്യങ്ങൾ ചെയ്യുക. മേ ബി എന്തെങ്കിലും, ഇത് ആക്ച്വലി ഒരു പേപ്പർ സൈനിങ്ങിൻ്റെ നമ്മൾ പറയാറുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും സൈനിങ് നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ എന്തെങ്കിലും സൈനിങ് വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അഗെയിൻ തീരുമാനമെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, അതിലെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക എന്നൊരു അഡ്വൈസ് ഉണ്ട് ഇവിടെ. കോൺസെൻട്രേഷൻ കൊടുക്കുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്. ആക്ച്വലി നിങ്ങൾ പോസിറ്റീവായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതും ഞാൻ ജസ്റ്റ് എനിക്ക് മനസ്സിൽ തോന്നിയ പറയാം. പഠിക്കാൻ പറയുന്നുണ്ട് ഇവിടെ. മേ ബി നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇവിടെ കുറച്ച് പേര് നിങ്ങൾ പഠിപ്പിനെ കുറിച്ച്, സ്റ്റഡീസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, റിലേഷൻഷിപ്പ്, എന്ത് തന്നെ കാര്യമായാലും ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യൂ. ഓക്കെ, കോൺസെൻട്രേഷൻ കൊടുക്കൂ അതിലേക്ക്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കൂ എന്നാണ്. ഓക്കെ, അത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യുനോ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ്. ഓക്കെ, ആൻഡ് ഡോണ്ട് ഗിവ് അപ്പ് എന്നൊരു അഡ്വൈസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തോ കാത്തിരിക്കുന്ന ഒരു കാര്യം വരാൻ പോകുന്നു. ഓക്കെ, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും, ആൻഡ് അത് നിങ്ങളെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അത്രയാണ് ഇന്നത്തെ ദിവസം. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.